പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 24-ാം ദിനം. എന്തിനും ഒരു മറുവശം. വിജനമായ വനപ്രദേശത്ത് മരങ്ങൾക്കിടയിൽ ഒരു സന്യാസ ഭവനം. സന്യാസിമാർ അവിടെ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്നു. എല്ലാ ഞായറാഴ്ചയും ഉച്ചതിരിഞ്ഞ് സന്യാസിമാർ സമീപത്തുള്ള ഗ്രാമങ്ങളിലേക്ക് നടക്കും. അവിടെയുള്ള ജനങ്ങളുടെ സന്തോഷ സന്താപ അനുഭവങ്ങളിൽ പങ്കെടുത്ത് വൈകുന്നേരം മടങ്ങി വരും. ഒരു ദിവസം നടക്കുന്നതിനിടയിൽ ഒരു സന്യാസിക്ക് ഭയങ്കരമായൊരു മനപ്രയാസം. അയാൾ ധൃതിയിൽ തിരിച്ചു നടന്ന് ആശ്രമത്തിലെത്തി. മ്ലാനവദനനും പ്രക്ഷുബ്ധനുമായി കുമ്പിട്ടിരുന്ന് വിതുമ്പി. സന്യാസിമാർ അടുത്തെത്തി ചോദിച്ചു, സഹോദര, എന്തു പറ്റി? വിഷമം കടിച്ചിറക്കിക്കൊണ്ട് സന്യാസി പറഞ്ഞു, ഞാൻ ഇന്നൊരു കാഴ്ച കണ്ടു. എനിക്കത് സഹിക്കാനായില്ല. നമ്മുടെ സുപ്പീരിയർ ഒരു വീട്ടിൽ കയറി. അവിടുത്തെ ഒരു യുവതിയുടെ കവിളിൽ ചുംബിച്ചു. അവൾ അദ്ദേഹത്തിൻ്റെ കവിളിലും ചുംബിച്ചു. പിന്നെ വല്ലതും സംഭവിച്ചോ? ഉവ്വ്, അവർ പരസ്പരം പുഞ്ചിരിക്കുന്നതും സംസാരിച്ചിരിക്കുന്നതും ഞാൻ കണ്ടു. ആ കള്ള സന്യാസി ഇപ്പോൾ വരും. ഞാൻ വേഗം തിരിച്ചോടി ഇങ്ങോട്ട് പോന്നു. സന്യാസിമാർക്കെല്ലാം ആ വാർത്ത ഒരു ഷോക്കായിരുന്നു. അവർ പരസ്പരം ശബ്ദമടക്കി സംസാരിച്ചു. ഒരു തീരുമാനത്തിലെത്തി. ഈ സംഭവത്തിൻ്റെ നിജസ്ഥിതി കണ്ടുപിടിക്കണം. നമ്മുടെ സുപ്പീരിയർ ഒരു കള്ള സന്യാസി തന്നെ. അശുദ്ധൻ, പാപി. നല്ല കാര്യങ്ങൾ നമ്മോട് പറഞ്ഞു തന്നിട്ട് എന്താണ് അദ്ദേഹം കാട്ടിയത്? സുപ്പീരിയർ തിരിച്ചു വരുമ്പോൾ മാതൃകാപരമായി അദ്ദേഹത്തെ ശിക്ഷിക്കുവാൻ അവർ തീരുമാനിച്ചുറച്ചു. പൊട്ടിത്തെറിക്കുന്ന നിശബ്ദത. പതിവ് പോലെ സുപ്പീരിയർ വൈകുന്നേരം തിരിച്ചെത്തി. കോപവെറി പൂണ്ട സന്യാസിമാർ അദ്ദേഹത്തെ പിടിച്ച് ഒരു തൂണിനോട് ചേർത്ത് ബന്ധിച്ചു. ചമ്മട്ടി കൊണ്ട് അടിച്ചു. പരിക്ഷീണനായ സുപ്പീരിയർ നിലത്തു വീണു. അവർ അദ്ദേഹത്തെ പൊക്കിയെടുത്തു. സന്യാസ ഭവനത്തിലെ പീഡനമുറിയിൽ അടച്ചുപൂട്ടി പട്ടിണിയിട്ടു. സന്യാസിമാരുടെ രോഷം പിന്നെയും ആളിക്കത്തി. ആ യുവതിയെയും കണ്ടുപിടിച്ച് വിസ്തരിച്ച് ശിക്ഷിക്കണം അവർ തീരുമാനിച്ചു. അതിനായി സന്യാസിമാർ ഇറങ്ങി പുറപ്പെട്ടു. അവർ ആ യുവതിയെ കണ്ടെത്തി വിസ്താരം ആരംഭിച്ചു. ഞങ്ങളുടെ സുപ്പീരിയർ നിങ്ങളെ ചുംബിച്ചോ? എന്നെ ചുംബിച്ചു. നിങ്ങൾ ഞങ്ങളുടെ സുപ്പീരിയറെ ചുംബിച്ചോ? ചുംബിച്ചു. നിനക്ക് ഞങ്ങളുടെ സുപ്പീരിയറുമായി ഇതിനു മുമ്പും ബന്ധമുണ്ടായിട്ടുണ്ടോ? ഉണ്ട്. നിങ്ങളുടെ സുപ്പീരിയർ എൻ്റെ വല്യാങ്ങളയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരിയാണ്. ഞങ്ങളുടെ പിതാവും മാതാവും മരിച്ചുപോയി. ഇതുകേട്ട സന്യാസിമാർ നടുങ്ങി വിറച്ചു. കൊടുങ്കാറ്റ് പെട്ടെന്ന് ശമിച്ചു. അവർ ഖിന്നമനസ്കരായി പിൻവാങ്ങി. നമ്മുടെ വിധിവാചകങ്ങൾ ഈ വലിയ നോമ്പിൻ്റെ പുണ്യദിനങ്ങളിൽ നമുക്കൊന്ന് അപഗ്രഥിക്കേണ്ടതില്ലേ? എത്രയോ ലാഘവ ബുദ്ധിയോടെയാണ് നാം അന്യരെ വിധിക്കുന്നത്. നമ്മുടെ വിധിയും കുറ്റാരോപണവും വഴി എത്രയോ വ്യക്തികൾ എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന് നാം ചിന്തിക്കാറുണ്ടോ? നമ്മുടെ തെറ്റായ വിധി മൂലം, കുറ്റാരോപണം മൂലം മാനഹാനി ഭവിക്കുന്നവരുടെ മനോവേദനയെക്കുറിച്ച് നാം ചിന്തിക്കാറുണ്ടോ? അപവാദ പ്രചരണങ്ങൾ താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്യുന്നവരുടെ കാര്യം നാം ചിന്തിച്ചിട്ടുണ്ടോ? നാം വരുത്തിയ മാനനഷ്ടത്തിനും നാം പരത്തിയ അപവാദങ്ങൾക്കും പ്രായശ്ചിത്തം ചെയ്യുന്ന പുണ്യദിനങ്ങളായി ഈ ദിനങ്ങൾ തീരട്ടെ. സസ്നേഹം, ഈപ്പനച്ചൻ.